ശരി പൊന്നോക്കടാ ഞങ്ങൾ ഓണായിട്ട് ഇൻസ്റ്റയിൽ തകർക്കാളോടാ. അക്കോ ഓണായിട്ട് എന്താ പരിപാടി? എന്ത് പരിപാടി യാസേ? ഈ ഓണം എന്ന് പറയുമ്പോ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയതിന് എന്താ? സ്മോൾ അടി. അതല്ലടാ, മുമ്പ് നമ്മളെ ക്ലബില് പിള്ളേരൊക്കെ കൂടി ചേർത്ത പരിപാടികൾ നീ ആലോചിക്കേണ്ട എന്ത് കളറായിരുന്നു അറിയാമോ? അത് സംഭവം ഒറ്റയായിരുന്നു നിയാസേ. പണ്ടെന്നൊക്കെ പറഞ്ഞ നമ്മുടെ ക്ലബിന്റെ ഓണാഘോഷ പരിപാടി രാവിലെ തന്നെ തുടങ്ങും. പിള്ളേരെ കൂട്ടയോട്ടം, കസേരകളി, മിഠായി വറക്കല്, കലം തല്ലിപ്പൊട്ടിക്കല്, തല തല്ലിപ്പൊട്ടിക്കല്, ഇതൊന്നും കൂടാതെ നല്ല കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ പൂക്കള മത്സരം, ഒപ്പം സംഭവമൊക്കെ കാണാൻ നല്ലൊരു ത്രില്ലാണ്. പിന്നെ നമ്മുടെ ഒരു തൊലിഞ്ഞ ക്ലബുണ്ട്, ഒരു പരിപാടി പോലും ഇല്ല അവർക്ക്. നിയാസേ, ഇപ്പോഴത്തെ പിള്ളേർ ഓണം എന്നൊക്കെ പറഞ്ഞാൽ ന്യൂജൻ ഓണം എന്ന് പറഞ്ഞാൽ ഈ ക്ലബിന്റെ ഓണാഘോഷ പരിപാടിയൊന്നുമല്ല. പിന്നെ നല്ല മഴ, മണിച്ചേന്റെ പാട്ട്, നല്ല സ്മോള്, ആഹാ അന്തസ്സല്ലേ? അതെ. നമുക്ക് ഈ ഓണം നമുക്ക് 3 ദിവസം അടിച്ച് പൊളിക്കണം. നിയാസ് ഒരു പണി, നിന്റെ കയ്യിൽ എത്ര ആശിരിപ്പുണ്ട്? ആ പൈസ വെച്ച് നമുക്കൊരു പൈൻറ്റ് മേടിച്ച് വട്ടം വെട്ടാം. എന്റെ കയ്യിലൊന്നും ഇല്ലടാ പുള്ള, ഞാൻ ഇന്നലെ വാങ്ങിച്ചു വെച്ചേനെ. ദാരിദ്ര്യമുള്ളത് അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുത്ത് നമുക്ക് 2 ദിവസം കഴിക്കാം. അങ്ങനെ ഒഴിവാക്കാം. ഇല്ല, ദരിദ്രവാസികളുടെ ഇപ്പോൾ ഓണം കൂടാൻ വന്നേക്കണത്. പോക്കറ്റ് പോലും ഇല്ലാത്ത ആളാണ് പെരുവിടാൻ വന്നേക്കണേ. അപ്പൊ ഈ ഓണത്തിനും വള്ളംകളി ഇല്ല. ഓണം മൂഞ്ചി ഓണം. ജീനു ഒരു എരവന്നുണ്ട്. ആരാ? സലാംക്ക. എന്തെങ്കിലും വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നു? സലാംക്കാരന് കാശ് സെറ്റാക്കണ കേസ് ഞാൻ ഏറ്റു. അപ്പൊ ഒന്ന് കൂടെ തന്നാ മതി. നിയാസേ, തുടക്കത്തെ മണ്ടത്തരം വിളമ്പര്. പൈസ ഞാൻ റെഡിയാക്കി തരാം. സലാംഖാനൊന്നും അക്ഷരം മിണ്ടൂല. ഒന്നും മിണ്ടുന്ന സലാംഖാനെ വിളിക്കും. സലാംക്ക് വന്നേ, ഒന്ന് കേറിട്ട് പോ. കേട്ടോ സലാംക്കു, ഓണമൊക്കെ എങ്ങനെയുണ്ട്? നമ്മക്ക് എന്ത് ഓണോടാ, എല്ലാ ദിവസവും ഓണല്ലേ. ഞാൻ പറഞ്ഞില്ല, സലാംക്കാക്ക് ഡെയിലി ഓണമാണ്. സലാംക്കതേ, നമ്മുടെ ക്ലബ്ബ് ഇപ്രാവശ്യം ഓണാഘോഷ പരിപാടി ഒന്നും നടത്തണില്ല. ഞങ്ങൾ ഇപ്പം എടുത്തൊരു തീരുമാനമാണ്. നമ്മൾ കുറച്ച് പേര് പോയിട്ട് ഈ ഓണം അടിച്ചു പൊളിക്കാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. സൂപ്പറല്ലേ? ഞാൻ പറഞ്ഞില്ല സലാംക്ക് സൂപ്പറാന്ന് ഞാൻ പറയുന്നല്ലേ. ഈ ഓണം നമ്മൾ തൂക്കും. സലാംക്കാരുടെ ചില്ലറ എത്ര ഇരിപ്പുണ്ട്? 2000 രൂപ ഉണ്ട്. ഓണം കഴിഞ്ഞിട്ട് കറണ്ട് അടക്കാനുള്ളതാ. ഓണം മിറ്റൊക്കെ കഴിഞ്ഞിട്ടല്ലേ കറണ്ട് ആശ അടക്കില്ലേ? സമയമില്ല. അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് അടക്കാം. നിയാസേ, ആ കാശ് മേടിച്ച് നമുക്ക് പൈസ. അല്ല, എന്താ പരിപാടി ഓണായിട്ട്? നിയാസേ, പരിപാടിയാണ് പറഞ്ഞു കൊടുത്തേ. 2 ഫുള്ള് ഓണപ്പൂക്കളം പോലെ ടച്ചിങ്സ് അടിക്കണം, കളറാക്കണം. 10 പൈസ കള്ളുടിക്കാൻ തരില്ല കേട്ടാ. എങ്ങനെയുണ്ട്? കളറായില്ലേ? പിന്നെ വളരെ കളറായി. സംഭവം ഈ ഓണാഘോഷം കൊളായ സ്ഥിതിക്ക് നമുക്ക് ഈ പരിപാടിയൊക്കെ പിരിച്ചു വിടാം. അല്ല, ഒഴിവാക്കാൻ പറ്റേ? റോക്കി അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ സത്യം, കുറച്ചായിരുന്നു വിളിച്ചോളൂ, ചില്ലറായിട്ട് വരാന്ന് പറഞ്ഞേക്കണ. റോക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഓണാഘോഷം കളറാക്കാൻ പറ്റും. അതും അമേരിക്കയിൽ നിന്ന് വന്നേക്കണെന്ന് പറയണ. പിന്നെ തീർച്ചയായിട്ടും വന്നടാ നമ്മുടെ റോക്കി. ഓ മൈ ഗോഡ്, ഇവിടെയും KCB ഉണ്ടോ? ഹലോ സലാംക്ക. ഹലോ. എന്താ സെറ്റപ്പട റോക്കി. ഏത് സാധനം? കുപ്പിയൊന്നും ഞാൻ കൊണ്ടുവന്നില്ല. അപ്പനെ ഇടാന്നല്ലേ പറഞ്ഞത്. അപ്പൊ നീ കൂടാന്നൊക്കെ പറഞ്ഞിട്ട് ആ അതന്നെ. എന്റെ 2 റോളറുണ്ട്. അതിനിവിടെ പെയിന്റ് അടി ഒന്നും ഇല്ലല്ലോ. അമേരിക്കൻ ഡോളർ ആയിരിക്കുമല്ലേ? ഡോളർ. ആ അതന്നെ. ഉള്ളത് വാങ്ങി എവിടെയെങ്കിലും വിൽക്കാൻ നോക്കുക. ബാക്കി വല്ലതും വന്നെങ്കിൽ വല്ല ചാരിറ്റിക്ക് വല്ലതും കൊടുക്കണോട്ടാ. പിന്നെ 2 ഡോളറിന്റെ ബാക്കി കാശ് വെച്ച് കപ്പല് മേടിക്കാൻ പറ്റും. എന്റെ പൊന്നാരടവേ, ഇറാന്റെ എത്ര മിസൈല് വെറുതെ പാഴായി. ഒരെണ്ണം ഇവിടെ വീടായിരുന്നെങ്കിൽ നമ്മ രക്ഷപ്പെട്ടേനെ. കണി കിട്ടാണ്ട് അവിടെ ഇരിക്കാൻ നോക്ക്. ആ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. റോക്കിയാ? റോക്കി എന്താടാ അമേരിക്കയിൽ നിന്ന് വന്ന?
എന്റെ മോർണിംഗ് വന്നിരിക്കേ അതെ എടാ മനോജ തിരുവോണം എന്നുള്ള കാര്യം നീ മറന്നുപോയാ? പിന്നെ തിരുവോണം എന്നറിയാൻ പാടില്ല. ഇതെന്ത് കോലോടാ, ഇതെന്താ വർക്ക് ഇൻട്രസ്റ്റില്? നിനക്കൊരു ഓണക്കോടി ഒരു മേടിക്കാൻ പറ്റിയില്ലേ? ഓണക്കോടി ഒന്നും എടുത്തില്ലടാ. 2 ആഴ്ചയായിട്ട് കൊച്ചിന് തീരെ സുഖമില്ല. പിന്നെ അറിയാലോ, വൈഫിനും അസുഖമൊക്കെ തന്നെയാണ്. പിന്നെ മഴ ആയതുകൊണ്ട് വെള്ളിങ്ങിൻ്റെ പണിയൊന്നും ഇല്ലടാ. ഇത് നമ്പ്യാരെ വീട്ടിൽ കുറച്ച് വർക്കുണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് ഓണാഘോഷം 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ പോകുന്നപ്പോൾ നിങ്ങളെ കണ്ടു കയറിയതാ. എടാ മനോജേ, നിനക്ക് സാമ്പത്തികമായിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോടാ? എടാ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. പിന്നെ നീ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഇത് നല്ലൊരു തിരുവോണമായിട്ട് എൻ്റെ മക്കൾക്ക് ഒരു സദ്യ പോലും ഒരുക്കാൻ പറ്റില്ല എനിക്ക്. ഒരു കുഞ്ഞു ഉടുപ്പ് പോലും മേടിക്കാൻ പറ്റിയിട്ടാണ്. അതുകൊണ്ട് ഇതൊക്കെ ആലോചിച്ച് നിങ്ങളുടെ ആഘോഷം ഒന്നും മുടക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ കാര്യങ്ങൾ എടുക്കണ്ട. ശരി മനോജ മോനെ പോവല്ലേ. കട കയ്യിൽ ഒരു 2000 രൂപയുണ്ട്. 500 രൂപ എനിക്ക് മരുന്ന് ആവശ്യമുള്ള. നീ ഒരു പണി 1500 നീ കൊണ്ടുപോകും. എൻ്റെ ഓണാഘോഷം പരിപാടിയൊക്കെ നടക്കട്ടടാ. കട കയ്യിൽ തോന്നുന്നു. അപ്പൊ നീ ഇത് പിടിച്ചേ. ഏട്ടാ മോനെ നീ പിടി, പറഞ്ഞ കേൾക്ക്. ഓണാകടം ആഘോഷി. നീ ആഘോഷിക്കുന്ന എനിക്ക് സങ്കടം ഉണ്ടാ. ഞാൻ ആഘോഷിച്ചില്ലേ. എടാ റോക്കി, നിന്റെ കയ്യിൽ ആ $2 അല്ലാതെ വേറെ വല്ല പൈസ ഇരിപ്പുണ്ടോ? എങ്കിൽ ആ ഉള്ള പൈസ എടുത്തേ. എൻ്റെ ഒരു 200 രൂപയാണ്. അത് വെക്കി ജിനു ഇന്ത്യയിലും ഉണ്ട്. ഇതൊക്കെ പൊട്ടിയിരുന്നടാ. എന്തായാലും എല്ലാവരും പൈസ തന്നതെങ്കിൽ എൻ്റെ ഒരു 500 രൂപ ഉണ്ടായിരുന്നു. അത് ഇറക്കങ്ങട് കൊടുക്ക്, നമ്മുടെ പുള്ളക്കല്ലേ. മനോജേ, ഇത് ഞങ്ങളുടെ ഓണസമ്മാനമായിട്ട് നിന്റെ കയ്യിലിരിക്കും. ഇതിൻ്റെ ഒന്നും എടാ നമ്മൾ കൂട്ടുകാരന്മാരല്ലേ, നമ്മളിതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നീ ഇത് വെച്ചോ. എടാ നിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. എടാ ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു ഓണമായത്. എന്താ നീ കാണിക്കണത്? ശേ, നീ പോയേ, നീ ആ പൈസ അടിച്ചല്ലേ. മനോജേ, അപ്പൊ ഹാപ്പി ഓണം. എടാ നമുക്ക് സന്തോഷം. ഇപ്പോഴാണിത് സത്യത്തിൽ ഒരു ഓണമായത്. മനസ്സിലായ? ഭക്ഷണം കഴിച്ചാൽ അതെ നമ്മൾ കള്ളു കുടിക്കായിരുന്നെങ്കിലാ ഇങ്ങനെ സന്തോഷം കിട്ടുമായിരുന്ന. എടാ അവനെ പോലുള്ളവരാണ് ഓണം ആഘോഷിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഹാപ്പി ഓണം. വാ, നമുക്കിനി ഊണൊക്കെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ശരി. എന്റെ പൊന്നു നോക്കിയാന്നും കുത്തിപ്പൊട്ടിക്കല്ലേ. കാലോ കാവാറിയു. എടാ ഈ അമേരിക്കൻ അണ്ണാച്ചിനെ പറഞ്ഞുവിടാറായില്ലടാ. വല്ലാത്ത തൊല്ലിയായിട്ട് അവന്റെ ഒരു കണ്ണടയും ഒരു സൈസ് കോലോ. അമേരിക്ക. ഫുഡ് എന്താ കറന്ന്? എന്റെ വീട്ടില് ഓണസദ്യ ആയിരുന്നു. പപ്പടം, പഴം, പായസം. ബാക്കിണ്ടായില്ലേ? ബാക്കി പായസം വന്നു. അത് ഞാൻ പട്ടിക്ക് കൊടുത്ത്. അവന്റെ പപ്പടവും പഴം പായസം. സലാമക്കാക്ക് എന്തായിരുന്നു? കഞ്ഞി. സ്വഭാവം പോലെ തന്നെ. എന്റെ വീട്ടിൽ നബിയത്തിന് നെയ്ച്ചു കുറച്ചും കിട്ടി, അതടിച്ച്. നബിദിനം വന്ന് നന്നായി. ഞാൻ പിന്നെ സീൽ ഓർഡർ ചെയ്ത് ഒറ്റയ്ക്കുള്ള കാരണമുണ്ട്. നീ ഒരു മനുഷ്യനിക്ക് തിന്നാൻ കൊടുക്കുമല്ലോ. നിർത്തരുത് നിന്റെ അമേരിക്കൻ ടച്ച്. നീയും നിന്റെ ഒരു അമേരിക്കൻ. സലാമക്ക, എന്തായാലും നമ്മുടെ ഈ ഓണം ഗംഭീരായി. ഒന്നുമില്ല, നമ്മുടെയൊക്കെ പൈസ പിരിവിട്ട് നമ്മുടെ മനോജിനെ സഹായിക്കാൻ പറ്റിയല്ലോ. എന്തായാലും അവന്റെ കുടുംബം അടിപൊളിയായിട്ട് ആഘോഷിക്കണ്ടാവൂലേ. ഇന്ന് രാത്രി പിന്നെ നിന്റെ ഒരു റോളറ്. ആരുടെ പള്ളി ഓണത്തിന് പടക്കം പൊട്ടിക്കണത്? വിഷുവിനല്ലേ പടക്കം പൊട്ടിക്കാറ്? ആരത്? ഏത് മൂട്? സലാമക്ക. സലാമക്ക, ഒരു 500 ബാലൻസ് എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് തന്നിരുന്നെങ്കിൽ ഒരെണ്ണം നാളത്തേക്ക് മേടിച്ചു നോക്കാനായിട്ട്. കൊടുക്ക് സലാമക്ക്. ബാക്കിയുള്ള 500 അല്ലേ, അവൻ കുടിക്കട്ടെ. കണ്ടിട്ട് കൊത്തിയായിട്ട് പാടില്ല. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. എന്റെ ഡോളർ.